നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതിപാദിച്ചത് ട്രാൻസ്ഫോമറുകളുടെ തന്നെ വിവിധ തരം ട്രാൻസ്ഫോമറുകളെ കുറിച്ചായിരുന്നു, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ഇന്ന് ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ ആ ഒരു ട്രാൻസ്ഫോമർ എന്ന യൂണിറ്റിൻ്റെ അടുത്ത ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻറ് തോമസ് ITയുടെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് നടക്കാൻ കഴിയാത്തത് മൂലം ഓൺലൈനായിട്ട് ഉള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ സെൻറ് തോമസ് ITയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കൃത്യമായി ഈ ഒരു കാലം പഠനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറിലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളെ കുറിച്ചാണ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ up to size of 200 kVA used to step down the distribution voltage to a standard service voltage, are known as distribution transformers. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ എന്നത് 200 kVA വരെയുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളെയാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ കൂടുതലും നമ്മൾ വഴിയോരങ്ങളിൽ നമ്മുടെ സബ്സ്റ്റേഷനുകളിലൊക്കെ കാണുന്ന ട്രാൻസ്ഫോമറുകളാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളുടെ ഗണത്തിൽ പെടുന്നത്. അതായത് 200 kVA വരെയുള്ള ട്രാൻസ്ഫോമറുകളെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റുക. ഇവിടെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ പവർ ട്രാൻസ്ഫോമറുകൾ എന്നതും ഇതുപോലെ തന്നെ നമുക്ക് 200 kVAക്ക് മുകളിലുള്ള ട്രാൻസ്ഫോമറുകളെയാണ് പവർ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുക. അതായത് these transformers have rating about 200 kVA and are used in generating station and substations at each end of power transmission line for stepping up or stepping down the voltage. അതായത് നമുക്ക് ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഈ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്ത് സബ്സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്ന സ്ഥലങ്ങൾ, അവിടങ്ങളിലുമാണ് ഈ പറഞ്ഞ കുറച്ച് വൈദ്യുതിയെ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന പവർ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുക. 200 kVAക്ക് മുകളിൽ ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ആണ് പവർ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. അപ്പോൾ രണ്ട് തരം ട്രാൻസ്ഫോമറുകളാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക: പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ചെറുകിട വ്യവസായശാലകൾ, സബ്സ്റ്റേഷനുകൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നു. പവർ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനുകൾ, വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ, അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സബ്സ്റ്റേഷനുകളുടെ മറ്റ് ഉപയോഗങ്ങൾ എന്നിവയ്ക്കാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കൂളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ ഈ പാഠത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രത്യേക തരം ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്, ഐഡിയൽ ട്രാൻസ്ഫോമർ. എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പല മേഖലകളിലെ പരീക്ഷകളിലും വളരെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നാൽ എന്താണ്? ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നാൽ ദിസ് ഈസ് എ ട്രാൻസ്ഫോമർ വിച്ച് ഹാസ് നോ ലോസസ് അറ്റ് ഓൾ, such as transformer cannot exit or work. It is for understanding only. In such transformers, we are to consider that the leakage, reactance and resistance responsible for losses are connected in series and parallel with each winding of a perfect transformer എന്നാണ് പറയുന്നത്. അതായത് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നത് ഒരു സാങ്കല്പിക ട്രാൻസ്ഫോമറാണ്. ഇങ്ങനെയൊരു ട്രാൻസ്ഫോമർ നമുക്ക് നിർമ്മിച്ചെടുക്കുക അസാധ്യമാണ്. ഇത് സങ്കല്പത്തിലുള്ള ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമറിന് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കാരണം ലോസസ് ഇല്ലാത്ത, നഷ്ടങ്ങളില്ലാത്ത ഒരു ട്രാൻസ്ഫോമറാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിന് ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസോ അയൺ ലോസോ മറ്റ് എഡ്ഡി കറണ്ട് ലോസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത, നമ്മൾ ഇൻപുട്ട് 100 വോൾട്ടേജ് കൊടുത്താൽ പ്രൈമറിയിൽ കൊടുത്ത വൈൻഡിങ്ങിൻ്റെ അത്രയും തന്നെയാണ്, സെയിം വൈൻഡിങ് തന്നെയാണ് സെക്കൻഡറിയിലെങ്കിൽ 100
വോൾട്ടേജ് തന്നെ സെക്കൻഡറിയിൽ ലഭ്യമാകുന്ന തരം ട്രാൻസ്ഫോമറുകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ, അത് അസാധ്യമായ ഒരു കാര്യമാണ്, കാരണം ലോസസ് ഇല്ലാണ്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ നിർമ്മിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരം ട്രാൻസ്ഫോമറുകളെയാണ് നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയാം. ഒന്നുകൂടി പറയാം, ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നത് ഒരു സാങ്കല്പിക ട്രാൻസ്ഫോമർ മാത്രമാണ്. ലോസസ് ഇല്ലാത്ത, നഷ്ടങ്ങളില്ലാത്ത, ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നഷ്ടങ്ങളായ ലോസസായ കോപ്പർ ലോസ്, അയൺ ലോസ്, അതുപോലെ എഡി കറണ്ട് ലോസ് എന്നിവ ഇല്ലാത്ത, നമുക്ക് സങ്കല്പത്തിൽ മാത്രം ഉണ്ടാക്കാവുന്ന ട്രാൻസ്ഫോമറാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന് ലോസസ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ഫോമറുകളുടെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇതും ട്രാൻസ്ഫോമർ എന്ന അധ്യായത്തിലെ പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫോമർ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്സുകൾ എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പാർട്ട് സെക്കൻഡറി വൈൻഡിങ്, രണ്ടാമത്തെ പാർട്ട് പ്രൈമറി വൈൻഡിങ്, മൂന്നാമത്തെ പാർട്ട് ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ, നാലാമത്തത് കൺസർവേറ്റർ, 5 ബ്രീത്തർ, 6 ഡ്രെയിൻ കോക്ക്, 7 ട്യൂബ്സ് ഫോർ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബുകൾ, 8 ട്രാൻസ്ഫോമർ ഓയിൽ, ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ ചൂട് ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഓയിൽ, 9ാമത് എർത്ത് പോയിന്റ്, 10ാമത്തത് എക്സ്പ്ലോഷൻ വെന്റ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ പുകപടലങ്ങളും മറ്റും പുറത്തള്ളി പോകാനുള്ള എക്സ്പ്ലോഷൻ വെന്റ്, 11 ടെമ്പറേച്ചർ ഗേജ്, ചൂടിനെ അളക്കാനുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലെ നിലനിൽക്കുന്ന താപത്തിൻ്റെ അളവ് അളക്കാനുള്ള ടെമ്പറേച്ചർ ഗേജ്, 12 ഇതൊരു ബുച്ചോൾസ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഡിവൈസാണ്, ട്രാൻസ്ഫോമറിൻ്റെ ഒരു റിലേ ആണ്, സേഫ്റ്റി ഡിവൈസാണ്. 13ാമത് സെക്കൻഡറി ടെർമിനൽസ്, 14ാമത്തത് പ്രൈമറി ടെർമിനൽസ്. നമ്മളിതിനെ ഈ 14 പാർട്സുകളെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതിൽ ഒന്നാമത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസർവേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ്. കൺസർവേറ്റർ എന്താണ്? കൺസർവേറ്റർ ഈസ് എ സോർട്ട് ഓഫ് എ ഡ്രം മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും മുകളിലായി ഡ്രം ആകൃതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് കൺസർവേറ്റർ. എ ലെവൽ ഇൻഡിക്കേറ്റർ ഈസ് ഫിക്സഡ് ടു ഇറ്റ്. ഒരു ഓയിൽ എത്രത്തോളം ഉണ്ട്, ഓയിൽ കൃത്യമാണോ, ഓയിലിൻ്റെ അളവ് കുറവാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഈ ട്രാൻസ്ഫോമറിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഡ്രം ആകൃതിയിലുള്ള ഈ കൺസർവേറ്ററിൽ ഉണ്ടാകും. Conservator is connected through a pipe to the transformer tank containing oil. ട്രാൻസ്ഫോമർ ടാങ്കിൽ നിന്നും ഒരു പൈപ്പിൻ്റെ സഹായത്തോടു കൂടി ആണ് ഈ ഡ്രം ആകൃതിയിലുള്ള ഈ ടാങ്കിലേക്ക് ഓയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ പ്രധാന ടാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. This oil expand or contracts depending upon the heat produced, and so the oil level in the conservator rises and falls. അതായത് ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഉണ്ടാവാറുണ്ട്. ഈ ടെമ്പറേച്ചറിൻ്റെ ഉയർച്ച താഴ്ച ഉണ്ടാവും. ട്രാൻസ്ഫോമറിൽ ലോഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഉയരും. ട്രാൻസ്ഫോമറിൻ്റെ ലോഡ് കുറയുമ്പോൾ, അതായത് ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവർത്തിപ്പിക്കുന്ന മെഷീനറീസ്, ട്രാൻസ്ഫോമറിൽ നിന്നും ഔട്ട്പുട്ടായി പ്രവർത്തിക്കുന്ന മെഷീനറീസിൻ്റെ ലോഡ് കൂടുമ്പോൾ ഓയിൽ ടെമ്പറേച്ചർ കൂടും, ലോഡ് കുറയുമ്പോൾ ഓയിൽ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട് ട്രാൻസ്ഫോമറിൽ. അത് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പൈപ്പ് കണക്റ്റഡ് ടു ദ കൺസർവേറ്റർ ഈസ് ലെഫ്റ്റ് ഓപ്പൺ to the atmosphere through a breather so that the extra air may be out or coming. ഇനി മറ്റൊന്ന്, ഈ കൺസർവേറ്ററുമായിട്ട് ഒരു പൈപ്പ് രൂപത്തിൽ ഒരു ബ്രീത്തർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ. ബ്രീത്തർ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമെടുക്കുന്ന ശ്വാസകോശത്തിന് തുല്യമായ ട്രാൻസ്ഫോമറിലെ ഒരു പാർട്ടാണ് ബ്രീത്തർ. ബ്രീത്തറിൻ്റെ ഉള്ളിലൂടെയാണ് ട്രാൻസ്ഫോമറിലേക്ക് എയർ കടക്കുന്നതും പുറന്തള്ളപ്പെടുന്നതും. അവശ്യ സമയങ്ങളിൽ എയർ പുറന്തള്ളുന്നതും
അവശ്യ സമയങ്ങളിൽ ഉള്ളിലേക്ക് എടുക്കുന്നത് ബ്രീത്തർ വഴിയാണ്. ശ്വസനം, ട്രാൻസ്ഫോമറിൻ്റെ ശ്വസനം എന്നതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ശ്വസനം നടക്കുന്ന ബ്രീത്തറും കണക്ട് ചെയ്യുന്നത് ഈ കൺസർവേറ്ററിലൂടെയാണ്. അപ്പോൾ കൺസർവേറ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫോമറിൻ്റെ ഒരു പാർട്ടാണ്. കൺസർവേറ്റർ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഇതിലാണ് കണക്ട് ചെയ്തിരിക്കുക. ഒപ്പം ബ്രീത്തർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിലാണ്. ഈ കൺസർവേറ്ററാണ് ട്രാൻസ്ഫോമർ ടാങ്കുമായി, പ്രധാനപ്പെട്ട ഓയിൽ നിറച്ചിരിക്കുന്ന വൈൻഡിങ്ങുകളെ ഉള്ള ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ട് പൈപ്പിൻ്റെ സഹായത്തോടുകൂടി ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ഈ ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്ന പാർട്ട് ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ കൺസർവേറ്ററാണ്. കൺസർവേറ്ററിലാണ് ഈ പറഞ്ഞ ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബ്രീത്തറും ഘടിപ്പിച്ചിരിക്കുന്നത് ഈ കൺസർവേറ്ററിലാണ്. അപ്പോൾ കൺസർവേറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ ഓയിൽ ലെവൽ അറിയുന്നതിനും ഒപ്പം തന്നെ ബ്രീത്തറിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലേക്കുള്ള വായുവിൻ്റെ പ്രവേശനവും ഒത്താക്കലും നടത്തുന്നതും ഈ കൺസർവേറ്ററിൻ്റെ ഉള്ളിലൂടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഒരു സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ രൂപം ആണ് ഈ കാണുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ ഗൂഗിളിൽ ഇൻറ്റേർണൽ സർക്യൂട്ട്സ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്കൊരു ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ പാർട്സ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. പാർട്സ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് ലഭ്യമാണ്. നമ്മുടെ കൺസർവേറ്റർ എന്താണ്, ബ്രീത്തർ എന്താണ്, ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കിട്ടും. ഇനി നമ്മൾ വീണ്ടും ബ്രീത്തർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. ബ്രീത്തർ. ദ ബ്രീത്തർ ഈസ് എ ബോക്സ് കണ്ടെയ്നിങ് കാൽഷ്യം ക്ലോറൈഡ് ഓർ സിലിക്ക ജെൽ ടു absorb moisture of air entering the conservator, as it is well known fact that the insulating property of the transformer oil is lost is small amount of moisture enters in it. So dry air is allowed to passing through this breather. അതായത് ബ്രീത്തറിനുള്ളിലേക്ക് നമ്മുടെ ബ്രീത്തർ ഒരു കുപ്പി, ഒരു ചില്ല് കുപ്പിക്ക് സാദൃശ്യമാണ്. അതിൻ്റെ മേളിലൊരു പൈപ്പ് ഉണ്ടാവും, അതാണ് കൺസർവേറ്ററിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ ബ്രീത്തറിനുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സിലിക്ക ജെല്ലാണ് നിറച്ചിരിക്കുക. ഇത് ഈർപ്പത്തെ, പൊടിപടലങ്ങളെ ഒക്കെ എന്താ പറയുക, അരിച്ച്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അരിച്ച് ഈ പറഞ്ഞ ഈർപ്പത്തെയും പൊടിപടലങ്ങളെയും ട്രാൻസ്ഫോമറിൻ്റെ കൺസർവേറ്ററിലേക്കോ അതുവഴി ടാങ്കിലേക്കോ പോകാതെ ഇല്ലാതാക്കുന്ന, തടഞ്ഞു നിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് സിലിക്ക ജെല്ലും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാൽസ്യം ക്ലോറൈഡും നിർവഹിക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം ക്ലോറൈഡും സിലിക്ക ജെല്ലുമാണ് ബ്രീത്തർ എന്ന് പറയുന്ന ഈ ചിൽക്കുപ്പിയുടെ ആകൃതിയിലുള്ള ഒരു ഭാഗത്ത് നിറച്ചിരിക്കുക. ഇത് മൂലം ഈർപ്പം ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ എയറിനെ അത് ഡ്രൈ ആയ ട്രാൻസ്ഫോമറിലേക്ക് എയറിനെ കടത്തിവിടാനും അതുവഴി നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഓയില് കേടാവാതെ, പൊടിപടലങ്ങൾ കയറി കേടാവാതെ ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനും പറ്റും. നമ്മുടെ ബൈക്കുകളിലും ഇത്തരം ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ബൈക്കുകളിൽ നമ്മുടെ ട്രാൻസ്ഫോമറിലെ പോലെ തന്നെ എയർ മെഷീൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നമ്മളൊരു സ്പോഞ്ച് രൂപത്തിലുള്ളൊരു ഭാഗമാണ് കണക്ട് ചെയ്തുകൊണ്ട് ഈ എയറിലെ പൊടിപടലങ്ങളെ കടത്തിവിടാതെ നല്ല ഡ്രൈ എയർ മാത്രം ഉള്ളിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയിലാണ് ഈ ബൈക്കുകളിലും വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഓയിലിലേക്ക് പൊടിപടലങ്ങൾ കടങ്ങി എന്നാൽ പെട്ടെന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ ആണെങ്കിലും വാഹനത്തിൻ്റെ ആണെങ്കിലും ഓയിൽ ഡാമേജ് ആവും, പഴക്കം ചെല്ലും, പിന്നെ നമ്മൾ റീഫിൽ ചെയ്യേണ്ടി വരും. ഈ ട്രാൻസ്ഫോമർ ഓയിൽ എന്നത് വളരെ വില കൂടിയ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമർ ഓയിൽ നിറയ്ക്കുന്ന ഈ സർവീസ് പ്രവർത്തനം വളരെ സമയമെടുത്ത് ചെയ്യേണ്ടതാണ്, വളരെ കൃത്യതയോടെ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ചിലവും അതുപോലെ സൂക്ഷ്മതയും വേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് ഓയിൽ കേടാവാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ പറഞ്ഞ സിലിക്ക ജെല്ലോ കാൽസ്യം ക്ലോറൈഡോ നിറച്ചിരിക്കുന്ന ബ്രീത്തർ നിർവഹിക്കുക. വളരെ ഡ്രൈ ആയിട്ടുള്ള എയറിനെ വളരെ സൂക്ഷ്മതയോടെ കടത്തിവിടുന്ന ഈ പ്രവർത്തനമാണ് ഈ ബ്രീത്തറിൻ്റെ ചുമതല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ ഓയിൽ ഒരുപാട് നാളത്തേക്ക് നിൽക്കും.
നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് മിനറൽ ഓയിൽ എന്ന് പറയുന്ന ഓയിലാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ എന്നത് മിനറൽ ഓയിൽ എന്ന ഓയിലാണ് ഉപയോഗിക്കുക. ഈ മിനറൽ ഓയിലാണ് ട്രാൻസ്ഫോമറുകളിലെ ഓയിലായിട്ട് ഉപയോഗിക്കുക. മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ മറ്റ് പൊടിപടലങ്ങളോ മറ്റ് എല്ലാം ശുദ്ധീകരിച്ച്, മിനറൽ വാട്ടർ എന്ന് പറയുന്ന പോലെ തന്നെ ശുദ്ധീകരണ പ്രക്രിയ ഒന്നിലധികം പ്രാവശ്യം നടത്തിയ ശേഷമുള്ള ഓയിലിനെയാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഓയിലായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ പേര് മിനറൽ ഓയിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠഭാഗം ഒന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകളെ കുറിച്ചാണ് പറഞ്ഞത്. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെയും പവർ ട്രാൻസ്ഫോമറിനെയും കുറിച്ചും പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ, ഐഡിയൽ ട്രാൻസ്ഫോമർ നിർമ്മിക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെങ്കിലാണ് നമുക്ക് ആ ട്രാൻസ്ഫോമറിനെ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കഴിയുക എന്നുള്ള ഭാഗം മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ പാർട്സ് ഓഫ് ട്രാൻസ്ഫോമറിലേക്ക് കടന്നു. ട്രാൻസ്ഫോമറിൽ 15-ലധികം പാർട്സുകളുള്ള ഒരു വ്യാവസായികമായി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന് 15-ലധികം പാർട്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്സുകളെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചത്: കൺസർവേറ്ററും ബ്രീത്തറും. എന്താണ് കൺസർവേറ്റർ, എങ്ങനെയാണ് കൺസർവേറ്റർ ഇരിക്കുക? അതിന് നിങ്ങളോട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഗൂഗിളിൽ പോയി പാർട്സ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു ചിത്രം പ്രധാനമായിട്ടും വരും. ആ ചിത്രം മനസ്സിലാക്കുക, ഇന്നതൊക്കെയാണ് പാർട്സ്. അതിനുശേഷം കൺസർവേറ്റർ എവിടെയാണെന്നുള്ളത് നോക്കുക. ട്രാൻസ്ഫോമർ കൺസർവേറ്റർ എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ചിത്രം വരും. ആ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. വീണ്ടും ബ്രീത്തറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ബ്രീത്തറിൻ്റെ ചുമതല? ട്രാൻസ്ഫോമറിൽ എപ്രകാരമാണ് ബ്രീത്തർ വർക്ക് ചെയ്യുക? എന്താണ് ബ്രീത്തറിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ? ഇപ്പോൾ കാൽസ്യം ക്ലോറൈഡും സിലിക്കാ ജെല്ലും നിറച്ച് വെച്ചിരിക്കുന്ന എന്താണ് കാൽസ്യം ക്ലോറൈഡും സിലിക്കാ ജെല്ലും ഈ ട്രാൻസ്ഫോമറിൻ്റെ ബ്രീത്തിങ് പ്രോസസ്സിൽ ചെയ്യുന്നത്? അതായത് ഡ്രൈ എയറിനെ മാത്രം കടത്തിവിടുന്നു, ഈർപ്പത്തെ ഇല്ലാതാക്കുന്നു തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുക. ട്രാൻസ്ഫോമറിൽ ശ്വസനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ശ്വസനം പോലെ തന്നെ എയറിനെ ഉള്ളിലേക്കും പുറത്തേക്കും തള്ളപ്പെടുന്നുണ്ട്. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എയറിനെ പുറന്തള്ളുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ എയറിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. എപ്പോഴാണ് ടെമ്പറേച്ചർ കൂടുക? ടെമ്പറേച്ചർ കൂടുന്നത് ലോഡ് കൂടുമ്പോഴാണ്. ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, അപ്പോൾ എയർ പുറന്തള്ളും. ലോഡ് കുറയുന്ന അവസ്ഥയിൽ ടെമ്പറേച്ചർ കുറയും, അപ്പോൾ എയറിനെ ഉള്ളിലേക്ക് എടുക്കും. ഈ എയറിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും പൊടിപടലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കാ ജെല്ലോ കാൽസ്യം ക്ലോറൈഡോ നിറച്ച ബ്രീത്തറിൻ്റെ സഹായം നമുക്ക് ട്രാൻസ്ഫോമറിൽ വേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുക. ചിത്രങ്ങളുടെ സഹായം നമുക്ക് ഗൂഗിളിൽ നിന്നും ലഭ്യമാണ്. ഞാൻ പറഞ്ഞ ക്യാപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഗൂഗിളിൽ അത് ലഭ്യമാണ്. പാർട്സ് ഓഫ് ട്രാൻസ്ഫോമർ കൺസർവേറ്റർ, ട്രാൻസ്ഫോമർ ബ്രീത്തർ എന്നീ ക്യാപ്ഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും, ഈ മൂന്നാമത്തെ വീഡിയോ, ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ, ട്രാൻസ്ഫോമർ എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. നിങ്ങൾ ഈ സെൻറ് തോമസ് ഐടിയുടെ ഈ ഒരു ഓൺലൈൻ പഠന സൗകര്യം പ്രയോജനപ്പെടുത്തുക. സെൻറ് തോമസ് ഐടിയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ഐടിഐകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് നമ്മുടെ സെൻറ് തോമസ് ഐടിയുടെ ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുവഴി നിങ്ങൾക്ക് പഠനം കുറച്ചും കൂടെ ഓൺലൈനായിട്ട് സുഖകരമാക്കാൻ ഉള്ളൊരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പാഠം, ട്രാൻസ്ഫോമർ എന്ന പാഠത്തിലെ അടുത്തൊരു അധ്യായവുമായി നാളെ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും. ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന ഭാഗത്തിൻ്റെ അടുത്ത ബ്രീത്തർ കഴിഞ്ഞുള്ള അടുത്ത ഭാഗവുമായി നമ്മളോടൊപ്പം ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് ഏവർക്കും പഠന സഹായകരമാകും എന്ന വിശ്വാസത്തിൽ നന്ദി അറിയിക്കുന്നു.